കർത്താവിൻ്റെ വിലയേറിയ നാമത്തിനു വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ രക്ഷിതാവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നിന്നാണിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം 4-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 4-ാം അധ്യായത്തിലെ വിഷയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോശുവയേക്കാളും ആചാരപരമായ ശബത്തിനേക്കാളും ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണല്ലോ ഈ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്നുള്ളത്. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. തുറന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 നാം പറഞ്ഞത്: 1, യേശു കർത്താവ് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 2, യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 3, മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ള ആ ഭാഗത്ത് ഒരു ഭയനിർദ്ദേശം മുന്നറിയിപ്പ് പറഞ്ഞപ്പോൾ അവർ മോശ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ അവർ വിശ്വസിക്കായക കൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് എവിടെ കയറാനായിട്ട് കഴിയാതെ പോയത്? കനാൻ ദേശത്ത്. ആ കനാൻ ദേശത്തെ എന്തായിട്ടാണ് പറഞ്ഞത്? എന്തിൽ പ്രവേശിച്ചില്ല? സ്വസ്ഥതയിൽ. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അപ്പോൾ ആ സ്വസ്ഥതയുമായി ബന്ധപ്പെട്ട, ആ കനാൻ ദേശവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു 4 സ്വസ്ഥതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ എബ്രായ ലേഖനം 4 പറഞ്ഞിരിക്കുന്ന ഒരു 4 സ്വസ്ഥതയെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? ശരിക്കും മനസ്സിലായോ? ഇല്ലെങ്കിൽ പറയാം. ഒന്നും കൂടെ ലഘുവായിട്ട് പറയണോ? ഓക്കെ. ആ 4 സ്വസ്ഥത നമുക്ക് വേഗത്തിൽ ഒന്ന് ഓടിച്ചു നോക്കാം. ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഇത് നമ്മൾ നിരന്തരമായി പറയുന്നത് കൊണ്ടൊക്കെ നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നാം. കേൾക്കുന്നവർ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പലർക്കും അത് ചിലപ്പോൾ പിടികിട്ടണമെന്നില്ല. വീണ്ടും പറയാനായിട്ട് സന്തോഷമേ ഉള്ളൂ. ചെറുതായിട്ട് ഷോർട്ടായിട്ട് അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 1-ാമത്തെ സ്വസ്ഥത നമ്മളവിടെ കണ്ടു. എന്താണ്? കനാൻ ദേശമാകുന്ന സ്വസ്ഥത. 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. 4:1 നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക, നിങ്ങളിൽ ആർക്കെങ്കിലും അത്. അപ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കനാൻ ദേശമാകുന്ന സ്വസ്ഥതയല്ല, പക്ഷേ കനാനാകുന്ന സ്വസ്ഥത ഉണ്ട്. അതാണ് 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഈ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവർക്ക് സ്വസ്ഥത ആവശ്യമായിരുന്നു. അത് ആര് മുഖാന്തരം ലഭിച്ചു? യോശുവ മുഖാന്തരം. മോശയാണ് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നെങ്കിലും അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തത് ആരാണ്? യോശുവയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8-ാം വാക്യത്തിൽ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ. അപ്പോൾ കനാൻ ദേശമാകുന്ന സ്വസ്ഥതയുണ്ട്, അത് അവർക്ക് ലഭിച്ചു. അവർക്ക് ആർക്കാണ് ലഭിച്ചത്? നമ്മൾ കണ്ടു, അവിശ്വസിച്ചവർക്ക് ലഭിച്ചില്ല, പിന്നീടുള്ള തലമുറയ്ക്ക് ലഭിച്ചു. അവരെ അവിടെ ദൈവം പ്രവേശിപ്പിച്ചു. 2-ാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥത, അല്ലെങ്കിൽ ദൈവം പറയുന്നു എൻ്റെ സ്വസ്ഥത, അല്ലെങ്കിൽ അവൻ്റെ സ്വസ്ഥത എന്നൊക്കെ നമ്മൾ കാണുന്ന ആ സ്വസ്ഥതയാണ്. അത് 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. 3-ാം അധ്യായം 11-ാം വാക്യം. അവർ എൻ്റെ സ്വസ്ഥതയിൽ 18-ാം വാക്യം. 3:18. എൻ്റെ സ്വസ്ഥതയിൽ 4:1.
അവൻ്റെ സ്വസ്ഥത. ആരുടെ? ദൈവത്തിൻ്റെ സ്വസ്ഥത. 4:3. അതിൻ്റെ അതെ, താഴേക്ക് വായിക്കാം. എൻ്റെ സ്വസ്ഥതയിൽ, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ എൻ്റെ സ്വസ്ഥത. അതിന് 9-ാമത്തെ വാക്യം, 10-ാം വാക്യം. അവൻ്റെ സ്വസ്ഥതയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വസ്ഥത, അതിൻ്റെ ഒരു കൃത്യമായ ഓർഡറിൽ പറയുകയാണെങ്കിൽ, നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ ഒന്നാമതായി വരേണ്ടത് അതാണ്. ഏതാണ്? ദൈവത്തിൻ്റെ സ്വസ്ഥത. അതെവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വിഷയം വെച്ച് നോക്കുമ്പോൾ അതാ ഈ കനാൻ ദേശമാകുന്ന സ്വസ്ഥത എന്നുള്ളത് ഞാൻ ഒന്നാമതായി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് എന്താ? ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നിർവഹിച്ചു, 6 ദിവസം വേല ചെയ്തു, അത് പൂർത്തീകരിച്ച് 7-ാം ദിവസം എന്തായി? തൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിവർത്തനായി, സ്വസ്ഥനായി, വിശ്രമത്തിലേക്ക് എന്ത് ചെയ്തു? പ്രവേശിച്ചു. ആ സ്വസ്ഥതയുടെ ഒരു പ്രത്യേകത ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതായത് പ്രവൃത്തികളിൽ നിന്ന് എന്ത് ചെയ്തു? നിവർത്തനായി. ഒരു നിത്യമായ ഒരു സ്വസ്ഥതയിലേക്കാണ് ദൈവം എന്ത് ചെയ്തത്? പ്രവേശിച്ചത്. ദൈവികമായ ഒരു സ്വസ്ഥത. അതാണ് ദൈവം അവിടെ പറയുന്നത്, എൻ്റെ സ്വസ്ഥത, അവൻ്റെ സ്വസ്ഥത എന്നെല്ലാം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി 3-ാമത്തെ സ്വസ്ഥത ഏതാണ്? അല്ലെങ്കിൽ 3-ാമത്തെ സ്വസ്ഥത എന്ന് പറയുന്ന ആ വാക്ക് ശബത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിൻ്റെ 9-ാമത്തെ വാക്യം. ആകയാൽ നമുക്കറിയാം, ശബത്ത് ഇസ്രായേൽ മക്കൾക്ക് ആചരിക്കുവാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ വരാനായിട്ട് സാധ്യതയുണ്ട്. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞത് എവിടേക്കാണ്? കനാൻ ദേശത്തേക്കാണ്. അപ്പോൾ എൻ്റെ സ്വസ്ഥത അല്ലെങ്കിൽ അവൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ശബത്താണോ? അല്ല, ശബത്തല്ല. എന്തുകൊണ്ടല്ല? ശബത്ത് എന്തുകൊണ്ടല്ല? ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വാക്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കനാൻ ദേശത്ത് പ്രവേശിച്ചതിന് ശേഷമാണ് 95-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്. എന്ത്? അവിടെ 3-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അപ്പോൾ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും എന്ത് ചെയ്യുന്നു? ശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർ കനാൻ ദേശത്ത് പ്രവേശിച്ചപ്പോൾ ഇസ്രായേൽ ജനം ദൈവികമായ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരുന്നു എങ്കിൽ വീണ്ടും എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് പറയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എന്തല്ല? കനാൻ ദേശമല്ല. 2, ശബത്തല്ല എൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത്. എന്തുകൊണ്ടല്ല? ഈ ദാവീദ് ഈ വചനം പറയുമ്പോൾ, ഈ സങ്കീർത്തനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ദാവീദല്ല, അവിടെ 7-ാം വാക്യം 3-7 പ്രകാരം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അവരെന്ത് ആചരിക്കുന്നുണ്ട്? ശബത്ത് ആചരിക്കുന്നുണ്ട്. അപ്പോൾ ശബത്ത് ആചരിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിൽ. അപ്പോൾ എൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ശബത്താചരണം അല്ല. ശബത്താചരണം എന്ന് പറയുന്നത് അതൊരു പ്രവൃത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥതയിൽ പെടാത്ത ഒരു കാര്യമാണ്. ദൈവം 7-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിനെ വിശ്രമത്തിലേക്ക് പ്രവൃത്തിയിൽ നിവർത്തനായി പ്രവേശിച്ചു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവർക്ക് എന്ത് കൊടുത്തത്? ശബത്ത് കൊടുത്തത്. അത് ദൈവിക സ്വസ്ഥതയല്ല. അതിന് മറ്റു വേദഭാഗങ്ങൾ നമുക്ക് ആവശ്യമായി വരും. 2 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു, വീണ്ടും ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഈ എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10:1. മതി. ന്യായപ്രമാണം എന്തല്ല? കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. പിന്നെ എന്താണ്? വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. കൊലോസ്യലേഖനം 2:16 കൂടെ അതിനോട് ചേർത്ത് വായിക്കാം.
അതുകൊണ്ട് ഭക്ഷണപാനങ്ങളെ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ. ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, അടുത്ത വാക്ക് ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റം വിധിക്കരുത്. ഇതൊക്കെയും വരാനിരുന്നവൻ്റെ അല്ലെങ്കിൽ വരാനിരുന്നവയുടെ അവിടെ വരാനിരുന്ന നന്മകളുടെ നിഴൽ എന്നാണ് നമ്മൾ എബ്രായലേഖനത്തിൽ വായിച്ചത്. എബ്രായലേഖനം 9:12 വായിക്കുമ്പോൾ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ടെന്നാണ്. അപ്പോൾ വരുവാനുള്ള നന്മ എന്ന് പറയുന്ന ആരാണ്? യേശു കർത്താവാണ്. അപ്പോൾ യേശു കർത്താവ് വന്ന് എന്ത് ചെയ്തു? ന്യായപ്രമാണം നിവർത്തിച്ചു. യേശു കർത്താവ് ശബത്തിനെ എന്ത് ചെയ്തു? നിവർത്തിച്ചു. ന്യായപ്രമാണത്തിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെയും എന്ത് ചെയ്തു? നിവർത്തിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, അതിനെ നിവർത്തിപ്പാനത്രേ. കർത്താവ് പറഞ്ഞൊരു വാക്ക് നമ്മൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്യമുണ്ട്. ഏതാണ്? എൻ്റെ ഈ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലോ നീങ്ങിപ്പോകുന്നതിലും ആകാശവും ഭൂമിയും നീങ്ങിപ്പോകുന്നത് എളുപ്പമാണ്, ഇതിലൊന്നും നിവർത്തിയാകാതെ പോകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് എന്തുമായി ബന്ധപ്പെട്ട? എന്താ? അതായത് ന്യായപ്രമാണം ഞാൻ എന്തു ചെയ്യും? നിവർത്തിക്കും. കർത്താവ് താൻ വന്നത് ന്യായപ്രമാണം നിവർത്തിക്കാനാണ്. അത് നിവർത്തിച്ചിട്ടേ ഇനി ലോകം എന്ത് ചെയ്യുള്ളൂ? അവസാനിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മുഴുവനായിട്ടും പുതിയ നിയമത്തെയും കൂടെ ഉദ്ദേശിച്ചല്ല, ന്യായപ്രമാണത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് അതെല്ലാം എന്ത് ചെയ്തു? നിവർത്തിച്ചു. അപ്പം ശബത്ത് എന്ന് പറയുന്നത് ആചാരപരമായ ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഹെഡിങ്ങിൽ അത് കൊടുത്തിട്ടുണ്ട്. യോശുവയേക്കാളും ആചാരപരമായ ശബത്തിനേക്കാളും യേശുക്രിസ്തു ശ്രേഷ്ഠനാണ്. അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൽ എബ്രായലേഖനം 4:9 പറഞ്ഞത്, ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ കനാൻ ദേശമാവുന്ന സ്വസ്ഥതയുമല്ല, ശബത്ത് ആചരണമായ 7-ാം ദിന സ്വസ്ഥതയുമല്ല, മറിച്ച് ദൈവം പ്രവേശിച്ച ഇനി പ്രവർത്തിക്കാൻ ആവശ്യമില്ലാത്ത ഒരു ദൈവിക സ്വസ്ഥത, എൻ്റെ സ്വസ്ഥത, അത് ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ആ വാക്യങ്ങളിലുണ്ട്. അവിടെ നമ്മുടെ താഴേക്ക് നമുക്ക് ഒന്ന് പോകാമോ? ഒന്നുകൂടെ താഴേക്ക്. കനാൻ ദേശവും ശബത്തുമല്ല യഥാർത്ഥ സ്വസ്ഥത, അവ കേവലം രാഷ്ട്രപരവും ശാരീരികവും മാത്രമാണ്. അവ ആയിരുന്നുവെങ്കിൽ യോശുവ അവർക്ക് കനാൻ ദേശം വിഭാഗിച്ച് നൽകിയതിന് ശേഷവും ദൈവിക സ്വസ്ഥതയിലേക്കുള്ള ആഹ്വാനം ദാവീദിലൂടെ നൽകിയില്ലായിരുന്നു. ശബത്തായിരുന്നുവെങ്കിൽ ദാവീദിലൂടെ സ്വസ്ഥതാ പ്രവേശനത്തിലുള്ള ആഹ്വാനം നൽകുമ്പോൾ തന്നെ അവർ അത് ആചരിക്കുന്നുമുണ്ടായിരുന്നു. ആയതിനാൽ മനുഷ്യവർഗത്തിന് ദൈവിക സ്വസ്ഥതയിൽ, അതായത് എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഇന്നും ശേഷിക്കുന്നു. ഇന്ന് ആ വാക്ക് നമുക്കൊന്ന് നോക്കാം. അവിടെ 4-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യം, 4:5 മുതലുള്ള വാക്യം. അതുകൊണ്ട് അതായത് നേരത്തെ ദൈവം ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ദൈവം പറഞ്ഞത്, അവർ എൻ്റെ സ്വസ്ഥതയിൽ എന്ത് ചെയ്യില്ല? പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇവിടെ വീണ്ടും പറയുകയാണ്, എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കില്ല എന്ന്. ഇവിടെ 5-ാം വാക്യം ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും എന്ത് ചെയ്യുന്നു? നിശ്ചയിക്കുന്നു. അപ്പോൾ ഇന്ന് എന്ന് ദൈവം നിശ്ചയിക്കുന്നത് ഈ വരാനിരുന്ന ദൈവിക സ്വസ്ഥതയെ നിവർത്തിക്കുന്ന ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ്.
അതുകൊണ്ടാണ് 9ഉം 10ഉം വാക്യങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. അവൻ്റെ സ്വസ്ഥതയിൽ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി. അപ്പോൾ ഇവിടെ പറയുന്ന സ്വസ്ഥത എങ്ങനെയാണ് ലഭിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് കനാൻ ദേശമാകുന്ന സ്വസ്ഥത കിട്ടാതിരുന്നതിൻ്റെ കാരണം എന്താണ്? വിശ്വസിക്കാതിരുന്നത് കൊണ്ട്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം എന്താണ്? വിശ്വാസത്താൽ. 3-ാമത്തെ വാക്യത്തിലുണ്ടല്ലോ, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അത് ഏതല്ലെന്ന് വ്യക്തമാണ്. കനാദേശവുമല്ല, ശബത്താചരണവുമല്ല. ശബത്താചരണം ശരിക്കും സ്വസ്ഥതയല്ല, അത് ആചരണമാണ് അല്ലേ? അതെന്താണത്? ഇറ്റ്സ് എ വർക്ക്, അതൊരു പ്രവൃത്തിയാണ്. അവർക്ക് ആചരിക്കാനായിട്ട് കൊടുത്തിരുന്ന അനേക ആചരണങ്ങളിൽ ഒന്ന് മാത്രമാണെന്ത്? അവർക്ക് ശാരീരികമായ സ്വസ്ഥത ലഭിക്കുന്നുവെങ്കിലും അവരുടെ ആത്മീകമായ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് അവർക്ക് ചെയ്യാനായിട്ട് കൊടുത്ത, ആചരിക്കാനായിട്ട് കൊടുത്ത ഒന്നാണ്. അപ്പോൾ കൊലോസ്യലേഖനം നമ്മൾ അതുപോലെ ഈ എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ കണ്ടതുപോലെ യേശു കർത്താവ് വന്ന് ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം എന്ത് ചെയ്തു? നിവർത്തിച്ചു, പൂർത്തീകരിച്ചു. സെവന്ത് ഡേക്കാരോട് നമുക്ക് പറയാനായിട്ടുള്ളത് അതാണ്. 7-ാം ദിവസക്കാരോട് കർത്താവ് എന്ത് ചെയ്തു? അത് നിവർത്തിച്ചു, അത് പൂർത്തീകരിച്ചു. നിങ്ങൾ ആചാരപരമായ ശബത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 7-ാം ദിവസം എന്ന് പറയുന്ന ആചാരപരമായ ശബത്ത് കർത്താവ് നിവർത്തിച്ചു. ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്ത് അനുഭവം ശേഷിക്കുന്നു എന്ന് എബ്രായലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആചാരപരമായ ശബത്ത് അവസാനിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. 10-ാം വാക്യത്തിൽ പറയുന്നത് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി. അപ്പോൾ പ്രവർത്തിക്കേണ്ടാത്തതായിരിക്കുന്ന ഒരു സ്വസ്ഥതയിലേക്ക് എന്ത് ചെയ്തു? പ്രവേശിച്ചു. വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യണ്ട? അതാണ് പ്രത്യേകത. വിശ്വസിക്കുന്നവർക്ക് പ്രവർത്തിക്കേണ്ട. അത് ബുദ്ധിമുട്ടാണല്ലോ ബ്രദറെ, വിശ്വസിക്കുന്നവർക്ക് പ്രവർത്തിക്കണ്ടേ? അതാണ് പുതിയ നിയമം വിഭാവനം ചെയ്യുന്ന സ്വസ്ഥത. ഇനി ഇത് നമ്മൾ നേരെ ആ കനാൻ ദേശമാകുന്ന സ്വസ്ഥതയിൽ അപ്ലൈ ചെയ്തോ? കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണോ? കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് അവരെന്തെങ്കിലും ചെയ്യണോ? വേണോ? എന്താ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ? അല്ല, പ്രവേശിക്കാനായിട്ട് ഇപ്പോൾ 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് പ്രവേശിക്കാനായിട്ട് ആത്യന്തികമായ അടിസ്ഥാനപരമായിട്ട് വേണ്ടതെന്താ? കഴിഞ്ഞ ആഴ്ച നമ്മളൊരു തിയറി പറഞ്ഞായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ചോദിച്ച ചോദ്യവും അതിന് വിദ്യാർത്ഥി നൽകിയ ഉത്തരവും ഓർക്കുന്നുണ്ടോ? അത് ഇതുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാലോ, ചില തിയറിയാണ് അല്ലെങ്കിൽ ചില തത്വം വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത് അല്ലേ? അതിനൊരു വഴി, അതിനൊരു തിയറിയുണ്ട്. ആ തിയറി വെച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ തിയറിയിൽ നോക്കിയാൽ ഇസ്രായേൽ മക്കളോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്ത് ചെയ്യണം? വിശ്വസിക്കുക. അപ്പോൾ അവിടെ ഇവർ കയറാതിരുന്നതിൻ്റെ കാരണം എന്താ? അവിശ്വസിച്ചു. അവരെന്ത് കണ്ടു? മല്ലന്മാരെ കണ്ടു, ഭയപ്പെട്ടു, അവിശ്വസിച്ചു. വിശ്വസിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ദൈവികമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മളെന്ത് ചെയ്തു? നമ്മൾ പ്രവേശിച്ചോ? പ്രവേശിച്ചു. പ്രവേശിക്കാനായിട്ട് നമ്മളെന്ത് ചെയ്തു? വിശ്വസിച്ചു. വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. പുതിയ നിയമത്തിലെ ഒരു തത്വമാണ്, ദൈവം വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്, ഒരു മാർഗമാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം. അതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കും കൂടെ പ്രവർത്തിക്കാം. അങ്ങനെയുണ്ടോ? പ്രവർത്തിക്കുന്നവരില്ല.
നീ വിശ്വസിക്കുകയാണ് യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടെ പാപമോചനമുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും കൂടെ ചെയ്താലോ, പാപമോചനത്തിന് കർമ്മങ്ങൾ കൂടെ ചെയ്താലോ എന്താ കുഴപ്പം? വിശ്വസിക്കുന്നുണ്ടല്ലോ. പറ്റുമോ? പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്തില്ല? സ്വസ്ഥതയില്ല, പാപമോചനമില്ല, ആത്മരക്ഷയില്ല. എൻ്റെ ആത്മരക്ഷയ്ക്ക്, എൻ്റെ പാപങ്ങളുടെ മോചനത്തിന്, എൻ്റെ സ്വർഗരാജ്യപ്രവേശനത്തിന്, നരകത്തിൽ നിന്നുള്ള വിടുതലിന് ഒരേ ഒരു മാർഗം യേശുവിൻ്റെ ക്രൂശുമരണം മാത്രമാണ്. യേശു മാത്രമാണ് ഏകരക്ഷകൻ, ഏകമധ്യസ്ഥൻ, മഹാപുരോഹിതൻ, ഏക കർത്താവെന്ന് ഒരാൾ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ ആ വ്യക്തി എന്തിലേക്ക് പ്രവേശിക്കുന്നു? ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു. അതിന് രണ്ട് തലങ്ങൾ ഉണ്ട് നമുക്കറിയാം. ഒന്ന് നമുക്കറിയാം, റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 8:1, അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. നമ്മുടെ ആത്മാവ് നിത്യമായ സ്വസ്ഥതയിലേക്ക് എന്ത് ചെയ്തു? പ്രവേശിച്ചു. അത് വിശ്വസിക്കുന്ന വിശ്വാസം, എൻ്റെ ഒരു നിർവചനം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്താണ് വിശ്വാസം? ബ്രദറിൻ്റെ അല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. എന്താണ്? ദൈവത്തിൻ്റെ സർവശക്തിയിലും പരമാധികാരത്തിലുമുള്ള ആശ്രയമാണെന്ത്? വിശ്വാസം. നിങ്ങൾ ഏത് കാര്യത്തിലും ഇത് അപ്ലൈ ചെയ്യാം. ഇത് ഒരു തിയറിയാണ്. അത് എന്താണ്? ഇപ്പോൾ രക്ഷയ്ക്കായിട്ട് ഒരാൾ വിശ്വസിക്കുക, ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ ബലി അർപ്പിച്ചത് വഴി ദൈവം ഒരുക്കിയ രക്ഷ, ദൈവത്തിൻ്റെ സർവശക്തിയും പരമാധികാരവും അവസാന വാക്കും ദൈവം അതിൽ വെച്ചിരിക്കുക. അതിലെന്ത് ചെയ്യണം? വിശ്വസിച്ച് ആശ്രയിക്കണം. കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാം എന്ന് ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തിൽ എന്ത് ചെയ്യണം? അത് ദൈവത്തിൻ്റെ. അപ്പോൾ അവിടെ നിന്നേക്കാളും വലിയ അധികായന്മാരും മല്ലന്മാരും ഉണ്ടായിരിക്കാം. പക്ഷെ നീ ആരിലും എന്തിൽ വിശ്വസിക്കണം? ദൈവത്തിൻ്റെ സർവശക്തിയിൽ വിശ്വസിക്കണം. ദൈവം തൻ്റെ ജനത്തെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ പരമാധികാരം, അവസാനത്തെ ആ ദൈവത്തിൻ്റെ വിൽ, അതിലെന്ത് ചെയ്യണം? വിശ്വസിച്ച് ആശ്രയിക്കണം. അങ്ങനെ വിശ്വസിച്ച് ഒരാൾ ആശ്രയിക്കുമ്പോൾ അതിലെ ഒരു അല്പം കുറവ് പറ്റില്ല. ഇവിടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കേവല വിശ്വാസമല്ല, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു കേവല വിശ്വാസമല്ല, സമ്പൂർണമായ ആശ്രയമാണ്. സമ്പൂർണമായിട്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഇവിടെ ഈ എബ്രായലേഖനം എഴുതുന്നതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ്. കൂട്ടത്തിൽ വന്ന ആളുകൾ, നമ്മൾ പറയത്തില്ലേ, കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും, അതെളുപ്പമാണ്. അപ്പം അങ്ങനെ വന്ന ആളുകളിൽ ചില ആളുകൾ ചില സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ അവർ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ നമ്മളൊക്കെ കാണുന്ന പോലെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക്, ഏതെങ്കിലും ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ വന്ന ആളുകളായിരിക്കാം. രോഗസൗഖ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ സമൃദ്ധി നമ്മൾ കാണുന്നില്ല, സമൃദ്ധിയോട് സുവിശേഷമൊക്കെ കേട്ട് വന്ന ആളുകളായിരിക്കാം. അപ്പം അവരോട് പറയുകയാണ്, നിങ്ങൾ വിട്ടുപോകുന്ന ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠമായ, മെച്ചമായ, മോർ എക്സലൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. സമ്പൂർണമായി വിശ്വസിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എന്ത് ലഭിക്കുന്നു? ഈ സ്വസ്ഥത ലഭിക്കുന്നു. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയും കർത്താവിൻ്റെ വരവിന് ശേഷം ആ നിത്യ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് സമയമില്ല, എങ്കിലും 1-2 വാക്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം, കുറിക്കുന്നവർക്ക് കുറിച്ചെടുക്കാം. റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം നാലാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4-ന്റെ 4. മതി. അവിടെ അബ്രഹാമിൻ്റെ ദൃഷ്ടാന്തപ്പെടുത്ത് പറയുക. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്ത് പ്രാപിച്ചു? ജഡപ്രകാരം എന്ത് പ്രാപിച്ചു? അവൻ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ
പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നല്ലോ ഉള്ളത്. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് അങ്ങനെയല്ല, കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ, അതായത് പാപിയെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം നീതിയായി. അപ്പം എന്തു വേണ്ട? അബ്രാഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടെ? വിശ്വാസത്താൽ. എന്തിനാലല്ല? പ്രവൃത്തിയാലല്ല. അപ്പോൾ പ്രവൃത്തി കൂടാതെ, അതാണ് ഈ നമ്മൾ വായിച്ച എബ്രായലേഖനം 4:10 എന്താ 9-10 ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. എന്താ? അവൻ്റെ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്തു വേണ്ട? പ്രവൃത്തി വേണ്ട. ദൈവം 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ 1-ാം ദിവസം വീണ്ടും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ദൈവിക സ്വസ്ഥതയുടെ പ്രത്യേകത. ഒരിക്കലും പ്രവർത്തിക്കണ്ട. അതായത് ആത്മരക്ഷയെ സംബന്ധിച്ച് നമുക്ക് എന്ത് ലഭിച്ചു? സ്വസ്ഥത ലഭിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നുണ്ടോ? പെടുന്നുണ്ടോ? വെറുതെ പോവില്ലായിരിക്കുമോ? ഞാൻ തെറ്റുകളൊക്കെ ചെയ്തല്ലോ, ഇനിയിപ്പോൾ എന്തായിരിക്കും? അങ്ങനെയുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നമ്മളിടയ്ക്ക് പറയാം, ആരപ്പം ഇത്ര ആ വാക്ക് കറക്റ്റ് പറഞ്ഞു, ആരെത്ര? നമ്മളിടയ്ക്ക് പറയുന്നതുകൊണ്ട് അത് പറയാൻ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ ആ വാക്ക് പറയുന്നത്. ആരെത്ര നല്ലവർ, ആരെത്ര പൂർണ്ണർ, അല്ലേ? പൂർണ്ണർ. ആരെങ്കിലും പൂർണ്ണരുണ്ടോ? തികഞ്ഞവരുണ്ടോ? അപൂർണരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവത്തിന് പറ്റുമോ? ദൈവം പൂർണ്ണനാണോ? അതെ. അപൂർണയായ ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ തന്നെ പറയും, സാധിക്കില്ല. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ? നമ്മൾ തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഏത്? ആരപ്പത്ര പൂർണ്ണർ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പൂർണ്ണരാണോ? 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 പൂർണ്ണരാണ്. കൊലസ്സലേഖനത്തിൽ നമ്മളതല്ലേ വായിക്കുന്നത്? സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ, ജോൺസണിലേക്ക് നോക്കുമ്പോൾ എല്ലാ കുഴപ്പങ്ങളും ഉള്ള ഒരാളാണ്. നമ്മൾ അപൂർണരാണ്. ദൈവരാജ്യത്തിൻ്റെ പടിവാതിൽക്കൽ ചവിട്ടാനായിട്ടുള്ള ഒരു യോഗ്യതയുമില്ല. അവിടെയാണ് ഈ സ്വസ്ഥതയുടെ പ്രത്യേകത. എന്ത്? കൃപയാലുള്ള രക്ഷയുടെ പ്രത്യേകത. ദൈവം തുറന്നു വച്ചിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനത്തിലൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അവനിൽ യേശു ക്രിസ്തുവിൽ, യേശുവിൽ. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക്, ക്രിസ്തുവിൽ ആരാണ് നമ്മൾ? പൂർണ്ണരാണ്. അതുകൊണ്ട് എനിക്ക് എന്താവശ്യമില്ല, ഇനി പ്രവർത്തിക്കണ്ട. അതാണ് 9-10 വാക്യം. ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യണ്ടെന്നേ. നമ്മൾ സ്നാനപ്പെട്ടതോ, ഇപ്പോൾ ആരാധനയ്ക്ക് വരുന്നതോ, കർത്തൃമേശ ആചരിക്കുന്നതോ, നമ്മൾ ദാനം ചെയ്യുന്നതോ, ഗിഫ്റ്റ് കൊടുക്കുന്നതോ, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നതോ, നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നതോ ഒന്നും എന്തിനല്ല? രക്ഷയ്ക്കല്ല, അല്ലെങ്കിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാനല്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇസ്രായേൽ മക്കൾ അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത് വിശ്വാസത്താലാണ്. അപ്പോൾ നമ്മൾ പറയും, അപ്പോൾ അവർ യുദ്ധം ചെയ്തിട്ടല്ലേ? ആണോ? പറഞ്ഞ തത്വം, നമ്മുടെ തിയറി വെച്ച് പറ. ആ തിയറി ഒന്നുകൂടെ പറയാം. എന്താണ് ഇരുട്ട്? എവിടെ ബ്രദറെ തിയറി? ബ്രദർ കഴിഞ്ഞ ആഴ്ചയല്ലേ പറഞ്ഞ്, 6-7 ദിവസമായില്ലേ?
അതൊക്കെ ഞങ്ങൾ മറന്നുപോയി. ബ്രദർ വീണ്ടും പറയൂ. പറയാം. എന്താണ് ഇരുട്ട്? വെളിച്ചത്തിൻ്റെ സമ്പൂർണമായ അഭാവമാണ്, അസാന്നിധ്യമാണെന്ത്? ഡാർക്ക്നെസ് ഈസ് ദ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. വേറെ ആരുമല്ലായിരുന്നു ആ സ്റ്റുഡൻറ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഇത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ്. അത് ശരിയല്ലേ? അത് അപ്പോൾ അത് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു, അതുകൊണ്ട് ദൈവവും അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. 3 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായം, റോമാലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. മോൻ വായിക്കും, കേട്ടാൽ മതി. അശുദ്ധിയിൽ ഏൽപ്പിച്ചു. 26-ാം വാക്യം. ഏൽപ്പിച്ചു. 28-ാം വാക്യം. ഏൽപ്പിച്ചു. എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? വ്യക്തമാണ്. ഈ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് പഠിക്കണം. എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? എന്തുകൊണ്ട് അവർ യുദ്ധത്തിൽ ജയിച്ചു? അതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്? വെളിച്ചത്തിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ്? വെളിച്ചമില്ലാത്തടുത്ത് എന്തുണ്ടാവും? ആരാ വെളിച്ചം? ഇരുട്ടിന് വെളിച്ചത്തെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തെ, ദൈവമായ ദൈവത്തിൻ്റെ സത്യങ്ങളെ, ഈ പരമാധികാരത്തെയും സർവശക്തിയെയും അംഗീകരിക്കാൻ ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണമായി കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അകൽച്ച അറിയുകയും സ്വാഭാവികമായ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോഴേ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു തത്വമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പാപം ചെയ്യുന്നത് തന്നെ ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. അനീതി കൊണ്ട് 18-ാം വാക്യത്തിൽ ആ പോർഷൻ തുടങ്ങുന്നത്. അവിടെ എങ്ങനെയാണ്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ്റെ സകല അഭക്തിക്കും അനീതിക്കുമെതിരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എന്നിട്ടാണ് അവിടെ പറയുന്നത്, അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തെ വിശ്വസിച്ചപ്പോൾ നാം വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ഇല്ലെങ്കിൽ ഇന്ന് വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? ദൈവപുത്രൻ്റെ ചങ്കിലെ ചോരയാൽ മാത്രമാണ് എൻ്റെ പാപമോചനം, എൻ്റെ സ്വർഗരാജ്യപ്രവേശനം, എന്നെ പൂർണ്ണയാക്കുന്നത് പൂർണ്ണനായ യേശുക്രിസ്തു മാത്രമാണ് എന്നൊരാൾ വിശ്വസിക്കുമ്പോൾ പിന്നെ ഒരു ആകുലതയുടെ ആവശ്യം? അയ്യോ, ഞാൻ സ്വർഗത്തിൽ പോവോ ഇല്ലയോ? ഇല്ല, ആകുലതയില്ല. എന്താ കാരണം? ഞാൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതനാണ്. എനിക്ക് പ്രവൃത്തിയില്ലാത്തൊരു ശബത്തനുഭവം കർത്താവ് തന്നു. എനിക്ക് പ്രവർത്തിക്കണ്ട. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് 11 മുതൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണ് മുന്നറിയിപ്പ്? അവിടെ 11-ാം വാക്യം. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ. അപ്പോൾ ഇവിടെ ഒരു മുന്നറിയിപ്പാണ്. എന്താ മുന്നറിയിപ്പ്? സ്വസ്ഥതയിൽ എന്ത് ചെയ്യണം? പ്രവേശിക്കണം. സ്വസ്ഥതയിൽ എങ്ങനെ പ്രവേശിക്കുന്നത്? 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, 3-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്, 4-ാം അധ്യായത്തിലും 1-ാം വാക്യത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? വിശ്വാസത്താലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആരും എന്നുള്ള വാക്കിൻ്റെ അടിയിൽ നിങ്ങൾ വരയ്ക്കണം. ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. അതെങ്ങനെ ഉത്സാഹിക്കുന്നേ? വിശ്വസിക്കണം. അപ്പോൾ അവിടെ ഞാനതാ പറഞ്ഞത്, ആരും
ആരും. ഈ നാം എന്ന സർവനാമം ഉപയോഗിക്കുമ്പോൾ തന്നെ എബ്രായ ലേഖനത്തിൽ വളരെയധികം സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കണേ. എബ്രായ ലേഖനങ്ങൾ ഈ ഒരു കാര്യം മറന്നു പോകരുത്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ എന്താ, എബ്രായ ലേഖനത്തിൽ ഈ സർവനാമം ഇങ്ങനെ മാറി 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 വരും. ഈ പ്രോനൗൺ മാറി വരുക. നാം എന്ന് ഉപയോഗിക്കും, ചിലയിടത്ത് നിങ്ങൾ എന്നുപയോഗിക്കും, ചിലയിടത്ത് ആരും എന്നുപയോഗിക്കും, ആരെങ്കിലും എന്നുപയോഗിക്കും, ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തൻ്റെ അനുവാദം. നമുക്കറിയാം എബ്രായ ലേഖനം ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു സഭയ്ക്ക് എഴുതിയിട്ടുള്ളത് അല്ല. ആ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരിൽ നിന്നാണ് അധികം പേരും വിശ്വാസത്തിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ആദ്യ സമയങ്ങൾ മിഷണറി പ്രവർത്തനങ്ങൾ, നമ്മൾ യാത്രകൾ നോക്കുകയാണെങ്കിൽ അവർ ചെല്ലുന്നിടത്തൊക്കെ ആരോട് ആദ്യം സുവിശേഷം പറയുന്നത്? യഹൂദന്മാരുടെ പള്ളികളിലാണ് പോയി, സിനഗോഗിലാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ യഹൂദന്മാരിൽ നിന്നുള്ള വലിയൊരു കൂട്ടമുണ്ട്. അപ്പോൾ അവരിൽ ഒരു കൂട്ടം ആളുകൾ ഈ ഒരു വലിയൊരു ഒഴുക്ക് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? കുറേ പേര് വരും, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി വരും കുറേ സൈഡിലുള്ളതൊക്കെ. അപ്പോൾ അത് ശരിക്കും വിശ്വസിക്കാത്ത ആളുകളും അതിനകത്ത് ഉണ്ട്. അപ്പോൾ അവരിടയ്ക്ക് എന്ത് പറ്റും? ആ വാക്കുണ്ട്, വീണ് പോകും. അതെന്തുകൊണ്ടാണ് വീഴുന്നത്? വിശ്വസിച്ചിട്ടില്ല. അവർ ശരിക്കും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. യഥാർത്ഥമായ വിശ്വാസം ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതാണ് 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ചോട്ടെ. 3:12 കണ്ടോ? 3:12. ആ ആ നിങ്ങളിൽ ആർക്കും, എൻ്റെ ഈ ലേഖനം വായിക്കുന്ന അനുവാചകരിൽ ആരെങ്കിലും യേശുക്രിസ്തു മാത്രമാണ് സർവശ്രേഷ്ഠനെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അപ്പുറത്തും കൂടെ ഒരു കാല് ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്കും അങ്ങനെ വരരുത്. 13-ാം വാക്യം, നിങ്ങളാരും. കണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും. 4-ാം വാക്യം, 4-ാം അധ്യായത്തിന് 1-ാം വാക്യം. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവിടെ നാമല്ല പെടുന്നത്, അകത്തുള്ള ആളുകളാ. പക്ഷേ അകത്തുള്ള ആളുകളിൽ ചിലരെ കുറിച്ച് എന്തുണ്ട്? ഒരു ആശങ്കയുണ്ട്. പൗലോസ്ലീഹ ഗലാത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ചിലരെ കുറിച്ച് എന്തില്ല? ഉറപ്പില്ല. ആ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, ഉറപ്പില്ല ചിലരെക്കുറിച്ച്. അവർ ശരിക്കും വിശ്വസിച്ച് നമ്മളെ ചിലർ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന പോലെയാണ്. നമ്മളില്ലാതെ അവർക്ക് വണ്ടി നമ്മൾ എന്ത് ചെയ്യില്ല, കൊടുക്കുകയില്ല. ആ പൂർണ്ണമായ വിശ്വാസത്തിലേക്ക്, രക്ഷാകരമായ വിശ്വാസത്തിലേക്ക്, രക്ഷാകരമായ വിശ്വാസത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അവരകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രക്ഷാകരമായൊരു വിശ്വാസം അവർക്ക് ഇല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് അവരോടാണ് പറയുന്നത് എന്താ? അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കണം. ഇത് എന്തായാലും ഇത്രയും പറഞ്ഞതുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയാം. 10-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. വീണ്ടും അത് പറയാൻ, ഈ വാക്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് പറയേണ്ട ഒരു ആവശ്യം പിന്നീട് വരികയില്ലല്ലോ. 10-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ വായിക്കാം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെ ആരുടെ കൂട്ടത്തിലാണ്? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവർ അവിടെ ഉണ്ട്. 2 കൂട്ടം. ഒന്ന് ആരാ? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവർ, അല്ലെങ്കിൽ സ്വസ്ഥതയിൽ 3-ാം വാക്യം 4:3 വിശ്വസിച്ചവരായ നാമല്ലോ അവൻ്റെ സ്വസ്ഥതയിൽ. അപ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ. ഇനി ബാക്കി ഒരു കൂട്ടം അവിടെ പറഞ്ഞിരിക്കുക. അതാരാ? നാമോ നാശത്തിലെ, നോക്കിയാട്ടെ 39 എന്താ? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പം അവർ എവിടെയായിരുന്നു? അങ്ങനെയാണെങ്കിൽ
അവരുടെ അവസ്ഥ എന്തായിരുന്നു? ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചവർ, ജീവരക്ഷ പ്രാപിച്ചവർ എന്താ ചെയ്തേ? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടം. മറ്റവരോ വിശ്വസിച്ചിട്ട് പിന്നെ നാശത്തിലേക്ക് പോയവരാണോ? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ? അല്ലല്ലോ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച. അപ്പം മറ്റവരെന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. വ്യക്തമല്ലേ? വ്യക്തമാണ്. വിശ്വസിക്കാത്തവരാണ്. വിശ്വസിച്ചിട്ട് പിന്നെ വീണ് പോയവരല്ല, പിന്മാറി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പിന്മാറി, ഞാനത് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞായിരുന്നു, നമ്മളാണ് ഈ പിന്മാറി എന്നുള്ളത് വിശ്വസിച്ചിട്ട് പിന്മാറി എന്നുള്ള ചിന്തയിൽ നമ്മൾ പറയുന്നത്. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ബൈബിൾ പറയുന്നത് അവരെന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. അവർ വിശ്വസിച്ചിട്ടില്ല. പ്രത്യാശയുടെ സ്വീകാര്യം നാം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു. ആകുമെന്നല്ല, ആകുന്നു. ചെയ്ത് ആകുകയല്ല, ആകുന്നു. അപ്പോൾ ഒരാൾ അങ്ങനെ നമുക്ക് തോന്നിച്ചിട്ട് പിന്നെ പിന്മാറിപ്പോകുന്നുവെങ്കിൽ അദ്ദേഹം അല്ലായിരുന്നു. അതാണ്, അല്ലാതായി പിന്മാറിപ്പോയി എന്നുള്ളതല്ല. അതിന് ആ 10-ാം അധ്യായത്തിൻ്റെ സന്ദർഭം എന്ന് പറയും. 26-ാം വാക്യം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ എതിരാളികൾ ദയിപ്പിക്കുന്ന ക്രോധാഗ്നിയുള്ളൂ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്താ? യേശു ക്രിസ്തുവാണ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി. തങ്ങൾ കൊണ്ടു നടക്കുന്ന തോറയുടെ ന്യായപ്രമാണത്തിൻ്റെ, പ്രവാചക പുസ്തകങ്ങളുടെ, ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ നിവൃത്തിയാണ് ആര്? യേശു ക്രിസ്തുവിൻ്റെ യാഗമാണ് പരമയാഗം എന്നുള്ള സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും അത് പൂർണ്ണമായി വിശ്വസിക്കാതെ, അപ്പോൾ അത് കേട്ട ഒരു കൂട്ടം ആളുകൾ, 1000 പേര്, അത് കേട്ട ആളുകളിൽ ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ അത് ശരിയാണ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് എന്ത് ചെയ്തു? വിശ്വസിച്ചില്ല. അവർ നാശത്തിലേക്ക് എന്ത് ചെയ്തു? പിന്മാറി. അതാണ്. അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. ആരെങ്കിലും നമ്മുടെ സഭകളിലൊക്കെ അങ്ങനെ കാണാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. എന്താ? പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? വിശ്വസിക്കുക. സമ്പൂർണ്ണ ഹൃദയത്തോടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നത് പോലെ യേശുവിനെ സ്വീകരിക്കുക. യേശുവിലെല്ലാം ഉണ്ട്. അവൻ സർവ്വസമ്പൂർണനാണ്, അവൻ സർവ്വശ്രേഷ്ഠനാണ്. അവിടെ ഒടുവിലത്തെ 2 വാക്യം 12-13 വാക്യങ്ങൾ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും, എബ്രായലേഖനം 4:12, ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജങ്ങളെയും വേർപിടിക്കുന്നവരെ തുളച്ചു ചെല്ലുന്ന ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതായത് നിത്യസ്വസ്ഥതയിലേക്കുള്ള പ്രവേശനം വിശ്വാസത്താലാകയാൽ ദൈവത്തിൻ്റെ വചനം ഒരുവനിൽ ആ വിശ്വാസം യഥാർത്ഥമായിട്ടുണ്ടോ എന്നെന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നുണ്ട്. ഈ ദൈവവചനം വെച്ചാണ് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നത്? കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നത്? വിധിക്കാനായിട്ട് പോകുന്നത്. ഈ വചനമാണ് ശോധന ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഈ വിശ്വാസം ഉണ്ടോ എന്നുള്ളതും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബോധ്യം നൽകുന്നതും. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ദൈവമകനാണ്, അല്ലെങ്കിൽ ദൈവമകളാണ്, ഞാൻ വിശുദ്ധയാണ്, ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവനാണ്, തികഞ്ഞവളാണെന്നുള്ള ബോധ്യം നൽകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതെന്ത് ചെയ്യും? വിവേചിച്ച് മനസ്സിലാക്കി കൊടുക്കും. 13-ാം വാക്യം. ഇനി ദൈവം താൻ തന്നെ എന്ത് ചെയ്യും? അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടത്രേ നമുക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവം താൻ തന്നെയും എന്ത് ചെയ്യും? ഇതെല്ലാം വിധിക്കും, ന്യായം വിധിക്കും. ദൈവം അതായത് ആരാണ് ശരിക്കും വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും എന്നുള്ളത് ദൈവം എന്ത് ചെയ്യും? വേർതിരിക്കും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് വലിയൊരു ആത്മീക സ്വസ്ഥത നൽകി. ആ സ്വസ്ഥത നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ, എഫെസ്യർ 2-ാം അധ്യായത്തിൽ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവൻ നമ്മെ അവനോടുകൂടെ, ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച്
സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. നമ്മളിവിടെയാണെങ്കിലും നമ്മൾ ആ ശബത്ത് അനുഭവത്തിലാണ്. സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക സ്വസ്ഥമായി ആത്മീകമായിട്ട്. എന്നാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും കൂടെ എന്താവശ്യമുണ്ട്? സ്വസ്ഥത ആവശ്യമുണ്ട്. ആ സ്വസ്ഥത നമ്മളവിടെ മത്തായിയുടെ സുവിശേഷം 11 നമ്മൾ വായിക്കുന്ന പോലെ, എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അതെന്താണ് കണ്ടെത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ ഈ യേശു കർത്താവിൽ നിന്ന് നമ്മളെന്ത് ചെയ്യുക? പഠിക്കുക. യേശുവിൻ്റെ സൗമ്യത, യേശുവിൻ്റെ താഴ്മ, എൻ്റെ നുകം. അതാണ് കർത്താവ് പറഞ്ഞു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. യേശുവിൻ്റെ സൗമ്യത, യേശുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ ക്ഷമ, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ, യേശുവിനെ കണ്ടുപിടി. എൻ്റെ അടുക്കൽ വരുവീൻ, എന്നോട് പഠിപ്പീൻ. അപ്പം അങ്ങനെ യേശുവിനോട്, കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ആ മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ എന്ത് ചെയ്യും? കുറയും. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? മാനസിക സമ്മർദ്ദങ്ങളാണ്. നമ്മളെ അല്ലെന്ന് പറഞ്ഞാൽ അതും നുണയാണ്. ഞാനും നിങ്ങളും അടക്കം വളരെയധികം ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വീഴുന്ന കൊച്ചു കുഞ്ഞു മുതലെന്താ മാനസികമായ സമ്മർദ്ദങ്ങളാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകം നമ്മളെ അതിലേക്ക് എന്ത് ചെയ്യുക? ആകർഷിച്ച് വലിച്ചടിപ്പിച്ച് നമ്മുടെ സമാധാനത്തെ എന്ത് ചെയ്യുക? കെടുത്തുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത, മാനസികമായി എന്ത് ലഭിക്കുന്നു? സ്വസ്ഥത ലഭിക്കുന്നു, വിശ്രാമം ലഭിക്കുന്നു. നമ്മൾ ചിന്തിക്കുക, അയ്യോ നമ്മുടെ ഒരു കുടുംബ മഹിമയ്ക്ക്, ഒരു ഫാമിലിയുടെ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് കുഞ്ഞ് പഠിക്കുന്നില്ലല്ലോ, ഈ കുഞ്ഞിനെ ഇനി ഇവൻ്റെ ഭാവി എന്തായിത്തീരും, ഇവൻ നമ്മളെ നാണം കെടുത്തുമോ, ഈ കുഞ്ഞ് പഠിക്കുന്നില്ലല്ലോ, നമുക്ക് ലോകത്ത് ജീവിക്കാൻ അത്ര കാശ് വേണം, നമ്മളൊരു 50,000 ഇല്ലാതെ 1,00,000 ശമ്പളം ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? അപ്പോൾ ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള ആശങ്ക, എന്താ ആശങ്ക കൂടുന്നതിൻ്റെ കാരണം? എന്താ കാരണം? എന്തില്ല? ദൈവത്തിൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും നമ്മൾ പറയുന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഈ ദൈവമായിട്ട് തീരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ സ്വയം ആരാകുക? അതാണല്ലോ പിശാച് പറഞ്ഞത്, നിനക്ക് ആരാകാം? ദൈവമാകാം. ദൈവത്തിൻ്റെ ദൈവമായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ മേളിൽ ദൈവമാകുന്നതാണ്, ദൈവത്തിൻ്റെ ദൈവമായിട്ട് മാറുകയാണ്. അപ്പോൾ എന്തു വരും? ആകുലതകൾ വരികയാണ്, സ്ട്രെസ്സ് കൂടുകയാണ്, ആങ്സൈറ്റി കൂടുകയാണ്, പെരുകി വരികയാണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളെ ബാധിക്കുകയാണ്. നമ്മൾ ഉണ്ണുന്ന ആഹാരത്തിൽ പോലും നമുക്കെന്തില്ല? സ്വസ്ഥത ഇല്ല. വചനത്തിൽ പറയുന്നുണ്ടല്ലോ, സദൃശവാക്യം 17:1 എന്താ? സ്വസ്ഥതയോടുകൂടിയ ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം നല്ലത്. അപ്പം എന്തു വേണം? നമ്മൾ ഒരു ഉരുള ചോറെടുത്ത് വായിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുന്നത്, അവർക്കറിയാം എന്താ, ഉടനെ നമ്മുടെ മനസ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുക. എന്തിനെ? നമ്മുടെ എൻസൈമുകളൊക്കെ എന്ത് ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യുക. ഒരു സെൻസർ വെച്ചിരിക്കുക ദൈവം. അതിനെ ഈ സെൻസറുകളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ ഈ ദഹന രസങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുക. എമിലേസും ലിപ്പേസും ഒക്കെ നമ്മുടെ ഈ സലൈവ ഗ്രന്ഥി എന്ത് ചെയ്യുക? അത് പുറപ്പെടുവിക്കുക. അവിടെ നിന്ന് നമ്മൾ ഈ ചിലവ് പറയും തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല, ഒരു രുചിയില്ല, വായിൽ വെള്ളമൊക്കെ വറ്റിപ്പോവുക, ഒരു വരൾച്ച, ഒരു രുചിയില്ല ഒന്നിനും. അത് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ബയൽ ജ്യൂസും അതുപോലെ നമ്മുടെ ഓരോ ഗ്രന്ഥികളും ഓരോ എൻസൈമുകൾ, ഞാൻ നോക്കിയപ്പോൾ എന്തുമാത്രം എൻസൈമുകളാണ്. അപ്പോൾ ഇതൊന്നും പ്രവർത്തിക്കാതെ വരുമ്പോൾ ഇന്ന് മിക്കവാറും ആളുകൾക്ക് വയറ്റിൽ പ്രശ്നമുണ്ട്, വയറിൽ പ്രശ്നമുണ്ട്. ഈ മനസ്സ് ഇതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ വരെ വളരെ പ്രയാസങ്ങൾ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, വയറ്റിൽ പ്രശ്നമായിട്ട്. ഇപ്പോഴല്ല, ഒരു 5-10 വർഷമായി. അപ്പോൾ ചോദിച്ചു, ഡോക്ടർ ചോദിച്ചു എന്താ ജോലി? അപ്പോൾ എങ്ങനെയാണ് സുവിശേഷം? പാസ്റ്ററല്ലേ, ഇവിടെ കുറേ പാസ്റ്റർമാർ വരുന്നുണ്ട്. നിങ്ങളല്ലേ ലോകത്തെ സകല മനുഷ്യൻ നന്നാക്കാൻ നടക്കുക, എല്ലാവരുടെയും പ്രശ്നം നിങ്ങളെടുത്തു വെച്ചു. നമ്മളെ കുറേ വഴക്ക് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഒരു കാര്യം പഠിച്ചു. നമ്മൾ
എല്ലാ പ്രശ്നങ്ങളെയും എവിടെ വയ്ക്കണം? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വയ്ക്കണം. കർത്താവിന് ദൈവമായിട്ട് അംഗീകരിച്ച് അവൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും പൂർണ്ണമായി ആശ്രയിച്ച് സകല ആകുലതകളെ അവൻ്റെ മേൽ ഇടുമ്പോൾ എന്തനുഭവിക്കാൻ കഴിയും? സ്വസ്ഥത, മാനസികമായ സ്വസ്ഥത അനുഭവിക്കാനായിട്ട്. അവനാവശ്യമായ രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും അതുകൊണ്ടാണെന്നുമില്ല, അനാവശ്യമായ ഒത്തിരി രോഗങ്ങളെയും പ്രയാസങ്ങളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നൽകിയ ഈ നിത്യസ്വസ്ഥതയോർത്ത് നന്ദിയുള്ളവരായി ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ അനശ്വരനായ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെല്ലാവരും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ത്തപ്പെടുന്നു.